Hello my dears, welcome to AECS online class. അപ്പോൾ നമ്മൾ പഠിച്ച ചാപ്റ്ററിന്റെ പ്രാക്ടീസ് ബുക്കിലെ വർക്കുകൾ കൂടി നമുക്ക് ചെയ്യാം. എല്ലാവരും പ്രാക്ടീസ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 46, 7th ചാപ്റ്റർ, ടൈം ഗോസ് ഓൺ. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ദിസ് ആൻഡ് റൈറ്റ്? എന്താണ് താഴെ കാണുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മൾ എത്ര സമയം ചെലവഴിക്കും അല്ലെങ്കിൽ എത്ര സമയം വേണ്ടി വരും എന്ന് നമ്മളൊന്ന് ഗസ് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ട് അവിടെ ഉത്തരം എഴുതുക. ഫസ്റ്റ് നമുക്ക് ടു ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ, എന്താണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നമുക്ക് എത്ര സമയം വേണം? 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒക്കെ അല്ലേ? അപ്പോൾ അവിടെ എഴുതിക്കുക എല്ലാവരും 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്. എല്ലാവരും ചെയ്ത് നോക്കുക. MINUTE മിനിറ്റിന്റെ സ്പെല്ലിംഗ് ആണ്. 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ്, 2 മിനിറ്റ് ആണെങ്കിൽ 2 മിനിറ്റ് എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ടു ബ്രഷ് യുവർ ടീത്ത്, നിങ്ങളുടെ പല്ല് ബ്രഷ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എത്ര മിനിറ്റ് എടുക്കും? 3 മിനിറ്റ്, 5 മിനിറ്റ്, 4 മിനിറ്റ്, അങ്ങനെയൊക്കെ പലത് എഴുതാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എത്ര സമയം എടുക്കും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് അവിടെ ഉത്തരം എഴുതുക. ടു ഹാവ് എ ബാത്ത്, നിങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സമയം എത്രയാണ്? ഇപ്പൊ 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ്, അങ്ങനെ എത്ര സമയമാണ് നിങ്ങൾ നോട്ട് ചെയ്ത് ഇവിടെ എഴുതുക. ടു ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ഫുഡ് കഴിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയം എത്ര മിനിറ്റ് ആണ്? മണിക്കൂറുകളൊന്നും വേണ്ടല്ലോ, മിനിറ്റുകൾ പോരെ. അപ്പോൾ എത്ര മിനിറ്റ് ആണ് എന്നുള്ളതൊന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതുക. ടു റീച്ച് സ്കൂൾ ഫ്രം ഹോം, എന്താണ്? വീട്ടിൽ നിന്ന് രാവിലെ നമ്മൾ സ്കൂളിലോട്ട് പോവുകയാണ്, അങ്ങനെയെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം നോക്കുക, സ്കൂളിലെത്തുന്ന സമയം നോക്കുക, എത്ര മിനിറ്റ് വേണ്ടി വന്നു അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾ വേണ്ടി വന്നു സ്കൂളിലെത്താൻ എന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതുക. ടു ഡ്രസ്, ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടി നിങ്ങൾ എത്ര മിനിറ്റ് ചെലവഴിക്കും? അത് അവിടെ എഴുതുക. ടു റിസീറ്റ് യുവർ സ്കൂൾ പ്രെയർ, എന്താണ് സ്കൂൾ പ്രെയർ നിങ്ങൾ പറയാൻ വേണ്ടി എത്ര മിനിറ്റ് അവിടെ യൂസ് ചെയ്യും എന്നവിടെ 2 മിനിറ്റ്, 3 മിനിറ്റ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ അങ്ങനെ എഴുതി കൊടുക്കാം. ഇനി റീഡ് ദ ടൈം, ഈ താഴെ തന്നിരിക്കുന്ന ക്ലോക്കില് ടൈം എല്ലാം വായിച്ചിട്ട് അവിടെ എഴുതാനാണ്. ഫസ്റ്റ് നോക്കി, നമ്മുടെ ഹവർ ഹാൻഡ്, ചെറിയ സൂചി 5ലും വലിയ സൂചി 12ലും അല്ലേ? അപ്പൊ ഹവർ ഹാൻഡിൽ ആ നമ്പർ നമുക്ക് വായിക്കാമല്ലോ. എത്രയായി? 5 അല്ലേ? 5. മിനിറ്റ് വല്ലതും ഉണ്ടോ? 12ൽ തന്നെയാണ് മിനിറ്റ് സൂചി, അപ്പോൾ മിനിറ്റ് ഹാൻഡ് 12ൽ തന്നെയാണ്. അപ്പൊ ഒന്നുകൂടെ 00 എന്ന് എഴുതാലോ. അപ്പൊ സമയം എത്രയായി? 5. ഇനി അടുത്ത നോക്കിക്കേ, ഹവർ ഹാൻഡ്, ചെറിയ ഹാൻഡ് എന്താണ്? കട്ടിയുള്ള ചെറിയ ഹാൻഡ് എന്താണ്? 3ക്ക് നേരെയാണ്. അപ്പൊ ഹവർ 3 ആണ്. മിനിറ്റോ 12ന് നേരെയാണ്. അപ്പൊ എന്തായി? മിനിറ്റ് ഒന്നുമില്ല, 3 മണി അല്ലെ? ഇനി അടുത്ത് നോക്കിയേ, നമ്മുടെ ഹവർ ഹാൻഡ്, കട്ടിയുള്ള നമ്മുടെ ഹവർ ഹാൻഡ്, ചെറിയ ഹവർ ഹാൻഡ് 2ന്റെയും 3ന്റെയും ഇടയിലാണ്. പക്ഷെ 3ൽ എത്തിയിട്ടില്ല, 2ൽ തന്നെയാണ് അല്ലെ? 2 കഴിഞ്ഞതേ ഉള്ളൂ, 3ൽ എത്തിയിട്ടില്ല. മിനിറ്റ് ഹാൻഡ് 6ന്റെ നേരെയാണ്. അപ്പൊ 6 ആയപ്പോൾ എത്ര മിനിറ്റ്സ് ആയി? ആ കുഞ്ഞു കുഞ്ഞു വരകൾ 6 ആകുമ്പോൾ എത്ര എണ്ണമായി കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 30 ആണ്. അപ്പൊ മിനിറ്റ് എത്രയായി? 30. ഇനി അടുത്ത് നോക്കിക്കേ, നമ്മുടെ ഹവർ ഹാൻഡ് എവിടെയാണ്? ആ കട്ടിയുള്ള ചെറിയ ഹവർ ഹാൻഡ് 7നും 8നും ഇടക്കാണ്. 8 ആയിട്ടില്ല, 7 തന്നെയാണ് അല്ലെ? 7 കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ മിനിറ്റ് ഹാൻഡ് എവിടെയാണ്? 6ലാണ്. 6നാവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 30 മിനിറ്റ്സ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത ഫിഗറിൽ നമ്മുടെ ഹവർ ഹാൻഡ് 4ലാണ് അല്ലെ? 4ലാണ്. മിനിറ്റ് ഹാൻഡ് എവിടെയാണ്? 3ലാണ്. 3ൽ മിനിറ്റ് ഹാൻഡ് ആവുമ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വര അല്ലെങ്കിൽ മിനിറ്റുകൾ എത്രയാണ്? 3ലാകുമ്പോൾ 12 കഴിഞ്ഞാൽ 3ൽ എത്താൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു വരകൾ എത്ര എണ്ണം ഉണ്ട്? 15 എണ്ണം ഉണ്ട്. അപ്പൊ സമയം എത്രയായി? 4 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയി അല്ലെ? 4:50. ഇനി അടുത്ത ടൈം നോക്കിയേ, നമ്മുടെ ഹവർ ഹാൻഡ്, ചെറിയ കനമുള്ള നമ്മുടെ ഹവർ ഹാൻഡ് എവിടെയാണ്? 9ലാണ്. ഇനി നമ്മുടെ മിനിറ്റ് ഹാൻഡ് എവിടെയാണ്? 3ലാണ്. 3ലാകുമ്പോൾ ആ കുഞ്ഞു കുഞ്ഞു വരകളുടെ എണ്ണം എത്രയായി? 15 ആയി അല്ലെ? ഓക്കെ, അടുത്ത ഫിഗർ നോക്കിക്കേ, ഹവർ ഹാൻഡ് 8 ആണ് അല്ലെ? 8ലാണ് ഹവർ ഹാൻഡ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ മിനിറ്റ് ഹാൻഡ് എവിടെയാണ്? നീണ്ട മിനിറ്റ് ഹാൻഡ് എവിടെയാണ്? 4ലാണ്. 4ലാകുമ്പോൾ കുഞ്ഞു കുഞ്ഞു മിനിറ്റ് വര എവിടെയായി? 20 ആവും. ഓക്കെ, 20ാമത്തെ വരെയാണ് 4ലുള്ളത്. അപ്പൊ നമ്മുടെ മിനിറ്റ് എത്രയായി? 20 ആയി. 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട് അല്ലെ? ഇനി അടുത്ത സമയം നോക്കിക്കേ, നമ്മുടെ ഹവർ ഹാൻഡ് 6 കഴിഞ്ഞ് 7ലോട്ട് കയറുകയാണ്. പക്ഷെ 7 ആയിട്ടില്ല, 6 കഴിഞ്ഞ് 7ലോട്ട് കയറുകയാണ്. മിനിറ്റ് ഹാൻഡ് എവിടെയാണ്? ഹവർ ഹാൻഡ് 6 കഴിഞ്ഞ് 7ലോട്ട് കയറുകയാണ്. മിനിറ്റ് ഹാൻഡ് 8ലാണ്. 8ലായപ്പോൾ ആ കുഞ്ഞു കുഞ്ഞു വരകളുടെ മിനിറ്റുകളുടെ എണ്ണം എത്രയാണ്?
40 ആണ്. 40ാമത്തെ വരെയാകുമ്പോഴാണ് 8ലെത്തുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സമയം എഴുതുമല്ലോ ടെക്സ്റ്റ് ബുക്കിൽ. ഇനി അടുത്തത് റൈറ്റ് ദ ടൈം ആൻഡ് ഷോ ഇറ്റ് ഓൺ ദ ക്ലോക്ക്. ഓക്കെ, നിങ്ങളുടെ ഡെയിലി റുട്ടീൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയായിരുന്നു. ആ ഡെയിലി റുട്ടീൻ നിങ്ങൾ ഈ പ്രാക്ടീസ് ബുക്കിൽ ചെയ്യണം. ആ വേക്കപ്പ് അറ്റ് നിങ്ങൾ എത്ര മണിക്കാണ് രാവിലെ എഴുന്നേൽക്കുന്നത്, അത് എത്ര മണിക്ക്, 6 മണിക്കാണെങ്കിൽ 6 o'clock എന്ന് എഴുതുക. ഇങ്ങനെ എഴുതിയാലും മതി. 6 എന്ന് എഴുതിയാൽ മതി. 7 മണിക്കാണെങ്കിൽ എന്താണ് 7 എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് ആ സമയം അവിടെ വരച്ചു കൊടുക്കുക. 6ലാകുമ്പോൾ ചെറിയ ഹാൻഡ്, കട്ടിയുള്ള ചെറിയ ഹാൻഡ് 6ലും, പിന്നെ എന്താണ് മിനിറ്റ് ഹാൻഡ്, നീണ്ട മിനിറ്റ് ഹാൻഡ് 12ലും ആയിരിക്കും. ഐ ബ്രഷ് മൈ ടീത്ത്. ഓക്കെ, നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന എപ്പോഴാണ്, 6 മണിക്ക് എഴുന്നേൽക്കുന്നെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ബ്രഷ് ചെയ്യുമായിരിക്കും അല്ലേ. അപ്പോൾ സമയം എങ്ങനെ എഴുതാം, 6:05 എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹവർ ഹാൻഡ് ചെറിയ കട്ടിയുള്ള നമ്മുടെ ഹവർ ഹാൻഡ് 6ലും, മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും, 1ന് നേരെ ആയിരിക്കും അല്ലേ. കാരണം എന്താ, 5ാമത്തെ കുഞ്ഞ് വര 1ന്റെ അടുത്ത് നിൽക്കണം. അപ്പം മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും, 1ന് നേരെ ആയിരിക്കും, ഹവർ ഹാൻഡ് 6ലും ആയിരിക്കും. ഇനി ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ രാവിലത്തെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയം എപ്പോഴാണ്, 8 മണിയാണെങ്കിൽ ഇങ്ങനെ അവിടെ എഴുതുക 8, ആ ബോക്സിൽ എഴുതുക 8. ഓക്കെ, അതെങ്ങനെ വരയ്ക്കും, 8 മണി മിസ് കുറച്ച് മുമ്പ് 8:20 വരെ നമ്മൾ വരച്ചിട്ടുണ്ട്. അതുപോലെ ഹവർ ഹാൻഡ് 8ലും, മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും, 12ലും ആയിരിക്കും. ഓക്കെ, ഐ സ്റ്റാർട്ട് ടു സ്കൂൾ അറ്റ്. എന്താണ്, സ്കൂളിലോട്ട് പോയി. എന്താണ്, എത്ര മണിയാണ്, 9 മണിയാണെങ്കിൽ ഹവർ ഹാൻഡ് 9ഉം, മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും, 12ലും ആയിരിക്കും. ഐ ഈറ്റ് മൈ ലഞ്ച്. നിങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാണ്, 1 മണിക്കാണെങ്കിൽ എന്താ അവിടെ 1 എന്ന് എഴുതുക. ഹവർ ഹാൻഡ് 1ലും ആയിരിക്കും, മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും, 12ലും ആയിരിക്കും. ഐ റിട്ടേൺസ് ഫ്രം സ്കൂൾ അറ്റ്. നിങ്ങൾ 4 മണിക്കാണ് വീട്ടിലെത്തുന്നതെങ്കിൽ 4 എന്നവിടെ എഴുതുക. 4 o'clock 4 എന്ന് എഴുതുക. ഹവർ ഹാൻഡ് 4ലും, മിനിറ്റ് ഹാൻഡ് 12ലും ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് സ്റ്റഡി ദ കലണ്ടർ ഓഫ് 2009 ദെൻ ആൻസർ ദീസ്. 2009ലെ കലണ്ടർ വായിച്ചിട്ട് ഇതെല്ലാം എഴുതാനാണ് പറയുന്നത്. വേണ്ട, നിങ്ങൾ എന്താണ് 2009 കണ്ടുപിടിക്കണം. ഈ വർഷത്തെ കലണ്ടർ എടുത്തു 2020, ആ 2009 എന്ന് വെട്ടിയത് 2020 എന്നാക്കിക്കേ. 2020 എന്നാക്കിക്കേ. 2020 എന്ന് നോക്കുക. ഈ വർഷത്തെ കാര്യം നമുക്ക് പഠിക്കാം. ഓക്കെ, 2009 എന്നുള്ള ആ ടെക്സ്റ്റ് കിടക്കുന്നത് അത് വെട്ടിയിട്ട് 2020 എന്നാക്കുക. സ്റ്റഡി ദ കലണ്ടർ ഓഫ് 2020 then answer these. നമുക്ക് 2020ലെ കലണ്ടർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഫസ്റ്റ്, ഹൗ മെനി മന്ത്സ് ആർ there in a year? എത്ര മാസങ്ങളുണ്ട് ഒരു വർഷത്തിൽ? നമ്മൾക്കറിയാം ജനുവരി മുതൽ ഡിസംബർ വരെ 12 മാസങ്ങളാണ്. അപ്പോൾ എഴുതി 12. വാട്ട് ഈസ് ദ ഫസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ? ഒരു വർഷത്തിലെ ആദ്യത്തെ മാസം ഏതാണ്? ജനുവരി. അപ്പോൾ എഴുതിക്കുക എല്ലാവരും ജനുവരി. ഇനി what is the last month of the year? നമ്മുടെ വർഷത്തിലെ അവസാനത്തെ മാസം ഏതാണ്? ഒന്ന് പറഞ്ഞ എല്ലാവരും, ഡിസംബർ. അവിടെ എഴുതിക്കുക എല്ലാവരും ഡിസംബർ. what is the fourth month of the year? 4ാമത്തെ മാസം ഏതാണ്? നമ്മുടെ ഒരു വർഷത്തിലെ 4ാമത്തെ മാസം ഏതാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഏപ്രിൽ ആണ്, APRIL, ഏപ്രിൽ. എല്ലാവരും കലണ്ടർ എടുത്ത് വെച്ചിട്ട് എഴുതാനാണ് മിസ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും സ്പെല്ലിംഗ് എല്ലാം കലണ്ടറിൽ നിന്ന് കിട്ടുമല്ലോ. നമ്മൾ 2nd സ്റ്റാൻഡേർഡിലൊക്കെ ഈ കലണ്ടറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഇനി on which day did this year begin? ഏത് ദിവസമാണ് ഈ വർഷം ആരംഭിച്ചത്? അതായത് നമുക്കറിയാം ജനുവരി ആണ് ആദ്യത്തെ മാസം. ജനുവരി 1ാമത്തെ ദിവസമാണ് ഈ വർഷത്തിലെ ആദ്യത്തെ ദിവസം. ഓക്കെ, അത് ഏത് ദിവസമായിരുന്നു? ഈ വർഷത്തെ കലണ്ടർ നോക്കുക. 2020ലെ കലണ്ടർ എടുക്കുക. ജനുവരി 1 ഏത് ദിവസമാണെന്ന് നോക്കുക. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇത് 7 ദിവസങ്ങളിൽ ഏത് ദിവസമാണെന്ന് നോക്കുക. എന്നിട്ട് അവിടെ എഴുതുക. ഓക്കെ, വാട്ട് ഡേ ഈസ് 10th May? 10ാം തീയതി. മെയ് മാസം 10ാം തീയതി ഏത് ദിവസമാണ്? സൺഡേ ആണോ, മൺഡേ ആണോ, ട്യൂസ്ഡേ ആണോ, വെനസ്ഡേ ആണോ, തേഴ്സ്ഡേ ആണോ, ഫ്രൈഡേ ആണോ, സാറ്റർഡേ ആണോ എന്ന് കണ്ടുപിടിച്ച് കലണ്ടർ നോക്കി കണ്ടുപിടിച്ചിട്ട് അതോടെ എഴുതുക. ഏത് ദിവസമാണെന്ന് എഴുതുക. ഇനി വാട്ട് ഡേ ഈസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ജൂൺ? ജൂണിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂണിൽ 30 ദിവസങ്ങളാണുള്ളത്. അപ്പൊ 30 ജൂൺ 30 ഏത് ദിവസമാണെന്ന് കലണ്ടറിൽ നോക്കുക. സൺഡേ, മൺഡേ അങ്ങനെ ഏത് ദിവസമാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതുക. ഇനി വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് മന്ത് ഓഫ് ദ ഇയർ? നമ്മുടെ ഒരു വർഷത്തിലെ ഏറ്റവും ചുരുക്കം അല്ല ചെറിയ മാസം ഏതാണ്? ഫെബ്രുവരി ആണ്. 28 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ എഴുതിക്കുക എല്ലാവരും ഫെബ്രുവരി. ഇനി ലിസ്റ്റ് ദ മന്ത്സ് ഹാവിംഗ് 31 days. എന്താണ്? 31 ദിവസങ്ങളുള്ള ഏതൊക്കെ മാസങ്ങളാണ്? ആ ലിസ്റ്റ് എഴുതി
അവിടെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കലണ്ടർ ഒന്ന് നോക്കുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തതാണ്. കലണ്ടർ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ എല്ലാവരുടെയും, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഉത്തരം അവിടെ എഴുതുക. എന്നാലും മിസ് വായിക്കാം. ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ. ഇത്രയും മാസങ്ങളാണ് 31 ദിവസമുള്ളത്. ഓക്കെ, ഇനി അടുത്തത് പേജ് നമ്പർ 49. ഫിൽ അപ്പ് യുവർ ബർത്ത് സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, നെയിം, നിങ്ങളുടെ പേര്, ഫുൾ നെയിം എഴുതണം. ഇനി മെയിൽ ഓർ ഫീമെയിൽ, നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ മെയിൽ എന്ന് എഴുതുക, പെൺകുട്ടിയാണെങ്കിൽ ഫീമെയിൽ എന്ന് എഴുതുക. ക്യാപിറ്റൽ ലെറ്ററിലോ സ്മോൾ ലെറ്ററിലോ എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ ജനിച്ച ദിവസം അക്കത്തിൽ എഴുതുക. ഓക്കെ, ഇപ്പം മിസ്റ്റർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ജനിച്ചത് 7/6/2012 എന്നാണെന്ന് ഓർക്കുക. 7-ാം തീയതി 6-ാം മാസം, അതായത് ജൂൺ മാസം 2012. ഓക്കെ, മിസ്റ്റർ എക്സാമ്പിൾ പറയാണ് കേട്ടോ. പ്ലേസ് ഓഫ് ബർത്ത്, നിങ്ങൾ ജനിച്ചത് എവിടെയാണ്? ഇപ്പം ആലപ്പുഴയാണെങ്കിൽ ആലപ്പുഴ എന്ന് എഴുതുക, അമ്പലപ്പുഴയിലാണെങ്കിൽ അമ്പലപ്പുഴ സ്ഥലം എഴുതുക. നെയിം ഓഫ് ഫാദർ, നിങ്ങളുടെ വാപ്പയുടെ അല്ലെങ്കിൽ പിതാവിൻ്റെ എന്താണ് പേര് പൂർണ്ണമായിട്ടും എഴുതുക. നെയിം ഓഫ് മദർ, നിങ്ങളുടെ അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ പേര് അവിടെ എഴുതുക. നൗ ആൻസർ ദീസ്, നിങ്ങൾ ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അവിടെ എഴുതുക. വാട്ട് ഈസ് യുവർ ബർത്ത് ഇയർ, നിങ്ങൾ ജനിച്ച വർഷം. ബർത്ത് ഇയർ, നിങ്ങൾ ജനിച്ച വർഷം ഏതാണ്? മിസ്റ്റർ എക്സാമ്പിൾ പറയാണ്, ചിലപ്പോൾ അത് ആവണം എന്നില്ല. നിങ്ങൾ പാരൻസിനോട് ചോദിച്ചിട്ട് എഴുതുക. മിസ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് 2012. ഓക്കെ, 2012 നിങ്ങൾ ജനിച്ചതെങ്കിൽ 2012 എന്ന് മാത്രം എഴുതുക. ഇനി ഹൗ ഓൾഡ് were you on 2007? 2007 എന്ന് വെട്ടി 2017 ആക്കിയേ. 2017 ആക്കണം. ടെക്സ്റ്റ് ബുക്കിൽ അത് വെട്ടി, അല്ല പ്രാക്ടീസ് ബുക്കിൽ അത് വെട്ടി 2017 എന്നാക്കിക്കേ. 2017 എന്നാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2017 ആയപ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ജനിച്ച 2012 അല്ലേ? 2017 നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? 2013 കൗണ്ട് ചെയ്യുക. 2014, 2015, 2016, 2017. അപ്പോൾ നിങ്ങൾക്ക് 5 വയസ്സുള്ളപ്പോഴാണ് 2017 ആയതല്ലേ? അല്ലെങ്കിൽ 2017 മൈനസ് 2012 ചെയ്യുമ്പോൾ ഉത്തരം കിട്ടും. ഉത്തരം എന്താണ്? 5 ആണ്. നിങ്ങൾക്ക് 5 വയസ്സ് പ്രായമാണല്ലേ? അപ്പോൾ അവിടെ എഴുതിക്ക് 5 years. YEARS, years. ഹൗ ഓൾഡ് ആർ യു നൗ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ പ്രായം എന്താണ്? മിസ് എക്സാമ്പിൾ 2012 എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ പറയുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ വ്യത്യസ്തമായ ഇയറുകളായിരിക്കാം. അത് മാതാപിതാക്കളോട് ചോദിച്ചിട്ട് വേണം ഈ എക്സസൈസ് ചെയ്യാൻ. ഓക്കെ, ഹൗ ഓൾഡ് ആർ യു നൗ, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സ് പ്രായമുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എത്ര വയസ്സ് പ്രായമുണ്ട്? 2012 ജനിച്ച കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 2020 8 വയസ്സ് പ്രായമുണ്ട്. കാരണം എന്താ? എന്ന് നോക്കാം. 2013, 2014, 2015, 2016, 2017, 2018, 2019, 2020. അപ്പോൾ എത്രയായി? 8 വയസ്സായില്ലേ? അല്ലെങ്കിൽ 2020 മൈനസ് നിങ്ങൾ ജനിച്ച വർഷമായ 2012 ചെയ്ത് നോക്കിക്കേ. അപ്പോൾ 8 വയസ്സ് കിട്ടും. ഓക്കെ, 2012 ജനിച്ച കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 8 വയസ്സായി. 8 years എന്ന് എഴുതാം. ഹൗ ഓൾഡ് യു വിൽ ബി യു ഇൻ 2015? 2015 നിങ്ങൾക്ക് എത്ര വയസ്സ് പ്രായമുണ്ടായിരിക്കാം? 2012 ജനിച്ച കുട്ടിക്കാണെങ്കിൽ എത്ര വയസ്സുണ്ട്? 2013, 2014, 2015. 3 വയസ്സല്ലേ? അപ്പോൾ അവർ എഴുതുക. Where were you born? നിങ്ങൾ എവിടെയാണ് ജനിച്ചത്? അപ്പോൾ അവർ സ്ഥലം എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങൾ എവിടെയാണ് ജനിച്ചത് എന്നുള്ളത് നമ്മുടെ സ്ഥലം എഴുതിയാൽ മതി. നിങ്ങൾ ജനിച്ച സ്ഥലം എഴുതുക. On which day your date of birth falls this year? അതാണ് നിങ്ങളുടെ ജനിച്ച ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെ? ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിന് എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങളുടെ ബർത്ത്ഡേ ഈ വർഷം ഏത് ദിവസമാണ് വരുന്നത്? ഏത് ദിവസം? ഓൺ വിച്ച് ഡേ എന്നാണ്. അപ്പോൾ ഏത് ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇതിൽ ഏത് ദിവസമാണ് ഈ വർഷം നിങ്ങളുടെ ബർത്ത്ഡേ ഉള്ളത് എന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതുക. In which year you will be 12 years old? നിങ്ങൾക്ക് എപ്പോഴാണ് 12 വയസ്സ്? ഏത് വർഷത്തിലാണ് നിങ്ങൾക്ക് 12 വയസ്സാകുന്നത് എന്നാണ് ചോദ്യം. ഇപ്പോൾ 2012 നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് 12 വയസ്സ് കൂടുന്നത് ഏത് വർഷമാണ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2012 + 12 ചെയ്യാം. 1 ഒരുമിച്ച് ആഡ് ചെയ്ത് 2 + 2 4 ആണ്. 10 ഒരുമിച്ച് ആഡ് ചെയ്ത് 1 + 1 2 ആണ്. 0 താഴത്തോട്ട് എഴുതി, ആഡ് ചെയ്യാനൊന്നുമില്ല. 2 താഴത്തോട്ട് എഴുതി, ആഡ് ചെയ്യാനൊന്നുമില്ല.
അപ്പോൾ നിങ്ങൾക്ക് 12 വയസ്സ് പ്രായം വരുന്നത് ഏത് വർഷത്തിലായിരിക്കും? 2024 അപ്പോൾ നിങ്ങൾ ജനിച്ച വർഷം ഏതാണെന്ന് മാതാപിതാക്കളോട് ചോദിച്ചിട്ട് അത് 12 വെച്ച് ആഡ് ചെയ്ത് ഉത്തരം എഴുതുക. ഓക്കെ, മീൻസ് എക്സാമ്പിൾ ചെയ്തു എന്ന് മാത്രം. ഇനി യുവർ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻ ന്യൂമറൽസ്. ഈ നമ്പറിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാൻ, ന്യൂമറൽസിൽ എഴുതാൻ, വേർഡ്സിലല്ല, ന്യൂമറൽസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞാണ് 7/6/2012, 7-ാം തീയതി ജൂൺ മാസം 2012. അപ്പോൾ ഈ നമ്പർ പാറ്റേണിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മുകളിൽ ആ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഫിൽ ചെയ്തിട്ടുണ്ടാവും, അതവിടെ എഴുതിയാൽ മതി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റിന് ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തിനെങ്കിലും കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ എന്താണ് ഹോംവർക്ക് സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കണം. ഈ ഡേറ്റ് ഓഫ് ബർത്തും മറ്റു കാര്യങ്ങളും ജനിച്ച വർഷത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ മാതാപിതാക്കളോട് ചോദിച്ചിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഹോംവർക്ക് എല്ലാവരും മിസ്സിന് അയച്ചു തരുമല്ലോ. എല്ലാവർക്കും അല്ലേ